ഏകരക്ഷാമാർഗമായ യേശുക്രിസ്തുവിനെ സേവിക്കുന്നത്, എ ലൈഫ് റിഡീംഡ്, സറണ്ടേർഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിലേക്ക് ഏകാഗ്രമായ ഒരു ജീവിതം, ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം, അത് നമുക്ക് മാത്രമല്ല കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചാൽ വരും തലമുറയ്ക്ക് വലിയ അനുഗ്രഹമാണ്. ഇൻ 1900s ഒരു ഗവേഷകൻ A.E. വിൻഷിപ്പ് അദ്ദേഹം വംശാവലികളെ കുറിച്ച് ആഴമേറിയ പഠനം നടത്തിയ ഒരു മനുഷ്യനാണ്. ആന്ത്രോപോളജി മാത്രമല്ല, കുടുംബ പൈതൃക പഠനങ്ങൾ. 2 പ്രസിദ്ധരുടെ വംശാവലി അദ്ദേഹം സൂചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വായിച്ചു. 2 പേരെന്ന് പറഞ്ഞാൽ, ഒരാൾ ജോനതൻ എഡ്വേർഡ്സ്, യേശുക്രിസ്തുവിനെ ശക്തിയോടെ പ്രസംഗിച്ച് മാനസാന്തരവും ന്യായവിധിയൊക്കെ പ്രസംഗിച്ച ആ പ്യൂരിറ്റൻ പ്രീച്ചർ. അദ്ദേഹം മരിച്ചതിന് ശേഷം 150 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വംശാവലി, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ 1200 ഡിസെൻഡൻസ്, ആ വംശാവലിയിലെ 1200 പേരുടെ അവസ്ഥ പഠിച്ചു. മറ്റേയാൾ മാക്സ് ജ്യൂക്സ് എന്നൊരു മനുഷ്യൻ, മാക്സ് ജ്യൂക്സ്, അദ്ദേഹത്തിൻ്റെ വംശാവലിയിൽ നിന്നും ഏകദേശം അത്രത്തോളം തന്നെ ആളുകളെ കുറിച്ച് പഠിച്ചു. അവരെന്തായി? ജോനതൻ എഡ്വേർഡ്സിൻ്റെ തലമുറ എന്തായി? മാക്സ് ജ്യൂക്സ് കുത്തഴിഞ്ഞ് ഒരു ലൂസ് ലിവിങ് ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ധനമുണ്ടായിരുന്നു, പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശാവലി ശ്രദ്ധിക്കുക. അതിൽ 300 വേർ വെരി പോർ. 300 പേർ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു. 7 മർഡറേഴ്സ്, കൊലപാതകികൾ 7. 60 thieves, കള്ളന്മാർ, കവർച്ചക്കാർ 60. 190 prostitutes, ദുർമാർഗം വഴി ജീവിച്ച സ്ത്രീകൾ 190. 130 criminals who were arrested and convicted and in many prisons. പല ജയിലുകളിലായി ആ വംശാവലിയിലെ 130 പേർ. 440 പേർ physically wrecked by addiction to alcohol and drugs. 440 പേര് മദ്യവും മയക്കുമരുന്നും നിമിത്തം ശരീരം തകർന്നവർ. 300 premature death in infancy due to lack of good care. വേണ്ട ഭക്ഷണവും ഒന്നും കിട്ടാതെ 300 എണ്ണം വളരെ ശൈശവത്തിലെ മരിച്ചുപോയി. തോന്നിയതുപോലെ ജീവിച്ച മാക്സ് ജ്യൂക്സിന്റെ വംശാവലിയിൽ വൾഗാരിറ്റി, ക്രൈം, പോവർട്ടി, ഡിവോഴ്സ് ആൻഡ് ഡെത്ത്, മ്ലേച്ഛത, കുറ്റവാസന, കുടുംബത്തകർച്ച, ദാരിദ്ര്യം, അകാല മൃത്യു ആ വംശാവലിയിൽ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ സാക്ഷിച്ച് ജീവിതം യേശു കർത്താവിൻ്റെ ക്രൂശുമരണ യാഗത്താൽ കഴുകൽ പ്രാപിച്ച് സാക്ഷിയായി ജീവിച്ച ജോനതൻ എഡ്വേർഡ്സിൻ്റെ 1200 തലമുറകളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിലൊരാൾ ആരൺ ബർ, ദ 3rd വൈസ് പ്രസിഡന്റ്, കൊച്ചുമോനായിരുന്നു. 3 US സെനറ്റേഴ്സ്, 3 മേയേഴ്സ്, 13 കോളേജ് പ്രസിഡൻസ്, 2 യൂണിവേഴ്സിറ്റി ഡീൻസ്, 30 ജഡ്ജസ്, 60 ഡോക്ടേഴ്സ്, 65 പ്രൊഫസേഴ്സ്, 75 മിലിറ്ററി ഓഫീസേഴ്സ്, 100 ലോയേഴ്സ്, 100 ക്ലർജിമാൻ, 100+ മിഷണറീസ്, തിയോളജിയൻസ് ആൻഡ് പ്രീച്ചേഴ്സ്. വ്യത്യാസം കണ്ടോ? നേതൃപാഠവുമുള്ളവർ, ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ളവർ, സമൂഹത്തിന് ഉപകാരമുള്ളവർ, വിശുദ്ധന്മാർ, യേശുക്രിസ്തുവിനെ സേവിക്കുന്നവർ. വൺ വാസ് എ ക്രൂക്കഡ് ഫാമിലി ട്രീ, വക്രത നിറഞ്ഞ ഒരു വംശാവലിയായിരുന്നു. അതർ വൺ വാസ് എ ബ്ലസ്സഡ് ഫാമിലി ട്രീ, അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വംശാവലി. ഈ ധ്യാനം അടുത്ത ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾ ആയിരിക്കുന്ന വംശാവലി അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുകയില്ല കേട്ടോ. ഇഫ് യു ഫീൽ ദാറ്റ് യു ബിലോങ് ടു എ ക്രൂക്ഡ് ട്രീ, യു ആർ ദ വൺ ഹു ഹാസ് ടു എൻഡ് ഇറ്റ്, റെക്ടിഫൈ ഇറ്റ്. നിങ്ങൾ ഒരു അച്ചുതണ്ട് വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കേണ്ടത് എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വംശാവലിയിൽ തുടർന്നു വരുന്ന ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ആയുസ്സിലെ ഈ നാളുകൾ കൊണ്ട് അത് അവസാനിക്കണം. ഒരു വഴിത്തിരിവ് ഉണ്ടാകണം. തലമുറയ്ക്കായി നന്മ ഒരുക്കണം. അതെങ്ങനെ എന്ന് വചനത്തിലൂടെ വായിക്കുക.
ബി എ ബ്ലഡ് ലൈൻ കേഴ്സ് ബ്രേക്കർ. വംശാവലിയുടെ ശാപമൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വംശാവലിയെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറണം നിങ്ങൾ. ഡിസ്കണക്ട് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് യുവർ ഫാമിലി ആൻഡ് കണക്ട് വിത്ത് അവർ ഡെസ്റ്റിനി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ചരിത്രത്തിലേക്കല്ല, യേശുക്രിസ്തുവിനെ നോക്കി ലക്ഷ്യബോധമുള്ളവരായി വരും തലമുറയെ, യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചാൽ വരും തലമുറയെ അനുഗ്രഹിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ചിലർ ചോദിക്കും, ഇതൊക്കെ എന്തോത്തിനാ? ഹോശയ ചാപ്റ്റർ 4:6, 4:6, മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ്. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ചിലർ ചോദിക്കും, ഇങ്ങനെ വംശാവലിയിൽ ശാപം, കേഴ്സ്, ജനറേഷണൽ കേഴ്സ്, ബ്ലഡ് ലൈൻ കേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ജനറേഷണൽ ബ്ലെസ്സിങ്സ് ഉണ്ടോ? തലമുറ തലമുറയായി കൈമാറ്റം ചെയ്ത് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ടോ? അപ്പോൾ അവർ പറയും, പിന്നെ തീർച്ചയായിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്, വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അതിനുള്ള ഇഷ്ടം പോലെ വാക്യവും വായിച്ച് കേൾപ്പിക്കും. 2 തിമോത്തിയോസ് 1:5, തിമോത്തിയോസിൻ്റെ അമ്മയിലും വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം, നിർവ്യാജ വിശ്വാസം, ആ ഒരു ഇന്നസെൻ്റ് ട്രാൻസ്പെറൻറ്റ് ഫെയ്ത്ത്, അത് സ്നേഹം, സുബോധം, തത്സമയ നടത്തിപ്പൊക്കെ മേടിച്ചു കൊടുത്ത കാര്യമൊക്കെ വായിച്ച് കേൾപ്പിക്കും. തലമുറ തലമുറയായുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ തലമുറ തലമുറയായിട്ടുള്ള ശാപമുണ്ട്. ബ്ലഡ് ലൈൻ കേഴ്സ് ഈസ് എ റിയാലിറ്റി. ശാപം വന്നാൽ എന്ത് സംഭവിക്കും? മാർക്ക് ചാപ്റ്റർ 11:20, മാർക്കോസിൻ്റെ സുവിശേഷം 11:20, യേശു ക്രിസ്തു അത്തിമരത്തെ ശപിച്ചല്ലോ. യേശു ശപിച്ച അത്തിവൃക്ഷം വേരോടെ ഉണങ്ങി. ദാറ്റ് ട്രീ ഗോട്ട് വിതേർഡ് ഫ്രം ദ റൂട്ട്സ്. വിതേർഡ് ഫ്രം ദ റൂട്ട്സ്. വാട്ടെവർ ഈസ് കഴ്സ്ഡ് ഇറ്റ് വിൽ വിതർ. അത് ക്ഷയിക്കും. വാട്ടെവർ ഈസ് ബ്ലെസ്സഡ് ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. ശപിക്കപ്പെട്ടത് ക്ഷയിക്കും, അനുഗ്രഹിക്കപ്പെട്ടത് പെരുകും, മതിയായതാകും, അനുഗ്രഹപ്രദമാകും. ഇറ്റ് വിൽ ഗ്രോ ആൻഡ് ബിക്കം പ്രസൻറ്റബിൾ. ആ തലമുറ ചമയിക്കപ്പെടും, അത് വളരും. ശപിക്കപ്പെട്ട ഒരു വ്യക്തിയെ, ശപിക്കപ്പെട്ട ഒരു വംശാവലിയെ പെട്ടെന്ന് തിരിച്ചറിയാം. യു ക്യാൻ ഈസിലി സ്പോട്ട് എ കേഴ്സ്ഡ് പേഴ്സൺ, കേഴ്സ്ഡ് ഫാമിലി. വാട്ടെവർ ദേ ടച്ച് ഇറ്റ് വിൽ വിതർ. ബിസിനസ് ആണെങ്കിലും തൊഴിലാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും കൃഷിയാണെങ്കിലും അത് ക്ഷയിക്കും. സം ഇൻവിസിബിൾ ഒപ്പോസിഷൻ അറ്റ് വർക്ക്. അങ്ങനെയുള്ളൊരു കുക്ക് ചെയ്താൽ, പാചകം ചെയ്താൽ കൈപുണ്യമില്ല. ടീച്ചിങ് ആണെങ്കിൽ പിള്ളേർക്കൊന്നും മനസ്സിലാകുകയില്ല. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഏത് മരുന്ന് കൊടുത്താലും ഒരസുഖവും മാറുകയില്ല. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് അങ്ങനെയല്ല. ദേ വിൽ ബിക്കം എ ബ്ലെസ്സിങ്. അത് പഠിപ്പിച്ചാലും, ഡോക്ടേഴ്സ് ആണെങ്കിലും കൃഷിയാണെങ്കിലും അക്കാദമിക ജീവിതമാണെങ്കിലും ദേ വിൽ ബി എ ബ്ലെസ്സിങ് ടു മെനി. ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ ഗോഡ് വാണ്ട് ടു റിലീസ് ജനറേഷണൽ ബ്ലെസ്സിങ്സ് അപ്പോൺ യുവർ ഫാമിലി. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ദൈവം തലമുറകളെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അധികമൊന്നും വേണ്ട വിഭവങ്ങൾ. അതല്ലേ ദാവീദ് പറഞ്ഞത്? സാംസ് 37:16, 37:16, അനേക ദുഷ്ടന്മാരുടെ സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ബെറ്റർ ഈസ് ദ ലിറ്റിൽ ദാറ്റ് ദ റൈറ്റിയസ് ഹാസ് ദാൻ ദ അബണ്ടൻസ് ഓഫ് മെനി വിക്കഡ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് ഉള്ള ആ പോക്കിൽ അവിടേക്ക് വന്നപ്പോൾ ദ ഫസ്റ്റ് എനിമി, ദോസ് ഹു മെർസിലെസ്ലി അറ്റാക്ട്, ആദ്യം കണ്ണിച്ചോരയില്ലാതെ കഠിനമായി ക്രൂരമായി ആക്രമിച്ചവർ അമാലേക്യരാണ്. ദ അമലക്കൈറ്റ്സ്. ദേ അറ്റാക്ട് സോ ബ്രൂട്ടലി. ദോസ് അമലക്കൈറ്റ്സ്, ദേ റിയലി ഒഫൻഡഡ് ഗോഡ്. ദൈവത്തെ വെറുത്ത്, ദൈവത്തോട് എതിരിട്ട്, വിഗ്രഹശക്തികളിൽ ആശ്രയിച്ച്, കനാൻ ദേശത്തെ സംസ്കാരപ്രകാരം നരബലി, ബ്ലഡ് കവനന്റ് വിത്ത് ഐഡൽസ്, ഈവിൾ ഫോഴ്സസ്, അതെല്ലാം സോഴ്സറി എല്ലാം ഉള്ളൊരു വർഗമാണ്. ദൈവം തീരുമാനിച്ചു, പിശാച് കുടിയിരിക്കുന്ന ഈ വംശാവലിയെ ദേ ഹാവ് ടു ബി വൈപ്ഡ് ഓഫ്. അതുകൊണ്ട് ഇത് കൊലപാതകത്തെക്കുറിച്ചോ യുദ്ധത്തിലെ കലാപത്തെക്കുറിച്ചോ ഒന്നുമല്ല. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് ദൃഷ്ടാന്തമായി സംഭവിച്ചെന്ന വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ തന്നിട്ടുള്ള ഈ ഇസ്രായേലിലെ ചരിത്രം, യുദ്ധങ്ങൾ, ഇത് എന്തിനാ തന്നിട്ടുള്ളത്? ദീസ് ഇൻസിഡൻസ് പോയിന്റ്
ടു സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്. ഇതിൽ ആത്മീയ പ്രമാണങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന, ക്രമീകരിക്കുന്ന. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട കിങ് ശൗൽ രാജാവിനോട് ദൈവം കൽപ്പിച്ചു, അറ്റാക്ക് ആൻഡ് ഡിസ്ട്രോയ് ദീസ് അമലക്കൈറ്റ്സ് കംപ്ലീറ്റ്ലി. അവരെ ഉന്മൂലനാശം ചെയ്യണം. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 15 വേഴ്സ് 3, 15:3. കാരണം അവരിലെ ഹോസ്റ്റൈൽ സ്പിരിച്വാലിറ്റി, ഹോമിസൈഡൽ ടെൻഡൻസി, അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ആ സമൂഹത്തെ നശിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തു. ശൗലിന് അതിനായി അഭിഷേകം നൽകിയല്ലോ. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 15 വേഴ്സ് 9, 9-ാം വാക്യത്തിൽ. പക്ഷേ അനുസരണക്കേട് കാണിച്ചു ശൗൽ രാജാവ്. ഹീ സ്പേർഡ് ആഗാഗ്. അമാലേക്യ രാജാവായ ആഗാഗിനെ ജീവനോടെ ശേഷിപ്പിച്ചു. കീശിന്റെ മകനായ ശൗൽ രാജാവ് അനുസരണക്കേട് കാണിച്ചപ്പോൾ അനോയിന്റഡ് ലിഫ്റ്റഡ് ഫ്രം ഹിം ആൻഡ് ഹി ബിക്കെയിം ടോർമെന്റഡ്. അഭിഷേകം നീക്കിയതുപോലെ അവൻ്റെ ജീവിതം ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം 500 ദീർഘവർഷങ്ങൾ കഴിഞ്ഞു. ശൗലിൻ്റെ കുടുംബം, ആ വംശാവലി തുടർന്നു. 500 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഇസ്രായേലിനെ കാണുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിലാണ്. അവിടെ ഇസ്രായേലിനായ മൊർദെഖായി. ആരാണ് മൊർദെഖായി? എസ്തർ ചാപ്റ്റർ 2 വേഴ്സ് 5, 2-ാം അധ്യായം 5-ാം വാക്യം, എസ്തറിൻ്റെ പുസ്തകം. മൊർദെഖായി ആരെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്? ബെന്യാമീന്യനായ കീശിൻ്റെ കുടുംബത്തിലെയാണ് മൊർദെഖായി. കീഷ് വാസ് ദ ഫാദർ ഓഫ് കിങ് സോൾ. അപ്പോൾ ശൗലിൻ്റെ വംശാവലി ആ കുടുംബം തന്നെയാണ്. മൊർദെഖായിയെയും എസ്തേറിനെയും ഇസ്രായേൽ വംശത്തെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി ഇതാ ഒരുത്തൻ സകല പദ്ധതികളും ചെയ്ത് രാഷ്ട്രീയപരമായി ഉയർന്നു വരിക. അവൻ ആരാണ്? എസ്തർ ചാപ്റ്റർ 3 വേഴ്സ് 1. അന്ന് കൊല്ലാതെ വിട്ട ആഗാഗിൻ്റെ ഒരു കൊച്ചുമകനാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് ഹമാൻ. ഹേമൻ ദ ആഗാഗൈറ്റ്, ചാപ്റ്റർ 3 വേഴ്സ് 1. അന്ന് ശൗൽ അനുസരിച്ചുവെങ്കിൽ ഹാമാൻ ശേഷിക്കുകയില്ലായിരുന്നു. ഇഫ് സോൾ വുഡ് ഹാവ് ഡൺ ഹിസ് ജോബ്, ഹേമൻ വുഡ് നോട്ട് ഹാവ് പ്രസന്റ്. Whatever has not transformed is transferred to the next generations. Whatever has not transformed is transferred to the next generations. ദൈവകരങ്ങളാൽ പണിയപ്പെടാത്ത ചില ധിക്കാരികൾ, അവർ നിമിത്തം അടുത്ത തലമുറയ്ക്ക് ശാപം വരുന്നു. Many are fighting battles that did not start with you, but it will end with you. നിങ്ങൾ പലരും അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങൾ നിങ്ങളുടെ കാലത്ത് തുടങ്ങിയതല്ല, പക്ഷെ നിങ്ങളുടെ കാലത്ത് അതിന് അറുതി വരുത്തുവാൻ, അവസാനം വരുത്തുവാൻ, അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ശൗൽ രാജാവിൻ്റെ വംശാവലിയിലെ മൊർദെഖായി ഇതാ ആഗാഗിൻ്റെ, അമാലേക്കനായ ആഗാഗിൻ്റെ വംശാവലിയിലെ ഹാമാൻ്റെ ഉപദ്രവം നേരിടുന്ന ഒരു വർണ്ണനയാണത്. Many are fighting sicknesses that did not start with you, but it will end with you. പലരുടെയും ശരീരത്തിൽ, കുടുംബത്തിൽ വ്യാപരിക്കുന്ന പല രോഗങ്ങളും നിങ്ങളുടെ ഈ കാലത്ത് തുടങ്ങിയതല്ല, അതിന് വേറെ ചരിത്രമുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ കാലത്ത് അവസാനിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. മൊർദെഖായിയെയും എസ്തേറിനെയും നോക്കി അവരെ പിന്തുടർന്ന ആ തലമുറയുടെ ശാപത്തെ അവർ തകർത്തു. സ്പിരിറ്റ് ഓഫ് ഹോമിസൈഡ്, നരഹത്യാദാഹത്തോടെ വന്ന ആ ഒരു ശത്രുവിനെ അവർ തകർത്തു, അവസാനം വരുത്തി. ചുമ്മാതെയല്ല കേട്ടോ, ദൈവം എസ്തേറിന് അധികാരം കൊടുത്തു. എനിമി മേ ഹാവ് ആക്സസ്, ബട്ട് യു ഹാവ് അതോറിറ്റി ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ശത്രു ഒരുപക്ഷെ പ്രവേശിച്ചു കാണും, പക്ഷെ നിങ്ങൾക്കാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ എസ്തർ രാഷ്ട്രീയ ചരടൊന്നും വലിച്ചില്ല ഈ പ്രശ്നത്തിൽ. എസ്തർ ഡിഡ് നോട്ട് പുൾ പൊളിറ്റിക്കൽ സ്ട്രിങ്സ് അഗൻസ്റ്റ് ഹേമൻ. വലിയ ഡിസേണിങ്, തിരിച്ചറിവ് എസ്തറിലുണ്ടായിരുന്നു. എസ്തർ റിയലൈസ്ഡ് ദാറ്റ് ഹേമൻ ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ എനിമി, ഹീ ഈസ് എ ജനറേഷണൽ കേഴ്സ്. വെറും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയല്ല ഹാമാൻ, അവൻ തലമുറകളിലൂടെ വന്ന ഒരു ദുരാത്മാവിൻ്റെ, ഒരു ശാപത്തിൻ്റെ ഒരു ആൾ രൂപമാണ്.
അതുകൊണ്ട് എസ്തർ എന്ത് ചെയ്തു? എസ്തർ ചാപ്റ്റർ 4 വേഴ്സ് 16, ഷീ ഓർഗനൈസ്ഡ് എ 3-day ഫാസ്റ്റിംഗ് പ്രയർ. ശ്രദ്ധിക്കുക, യു ഡോണ്ട് ബ്രിങ് എ നൈഫ് ടു എ ഗൺ ഫൈറ്റ്. എതിരാളി ശത്രു തോക്കും കൊണ്ട് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കൊച്ചു പിച്ചാത്തിയും കൊണ്ട് ചെല്ലുവോ എതിരിടാൻ? ശത്രുവിൻ്റെ കയ്യിൽ AK-47, സ്റ്റെൻ ഗൺ, M16, MG42 തുടങ്ങിയ ആധുനിക തോക്കൊക്കെ ഇരിക്കുക. നിങ്ങൾ മലപ്പുറം കത്തി, രാമചന്ദ്രൻ വെട്ടുകത്തി, കട്ടപ്പനയെന്നുള്ള കട്ടപ്പാര ഇതുകൊണ്ട് ചെന്നാൽ വല്ലതും നടക്കുമോ അവിടെ? വംശാവലിയിലൂടെ ഉള്ള ശാപം നിമിത്തം വന്നു കയറിയ രോഗം, പ്രയാസങ്ങൾ, അതിനെ കൈകാര്യം ചെയ്യാൻ പിൽ, മെഡിസിൻ, ഫിസിക്കൽ ഡിസിപ്ലിൻ, തെറപ്പി, യോഗ ഇതൊന്നും പോരാ. അതൊന്നും മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, മരുന്ന് മോശമാണെന്ന് പറഞ്ഞില്ല, എക്സസൈസ് മോശമാണെന്ന് പറഞ്ഞില്ല, തെറാപ്പീസ് അത് മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ വംശാവലിയുടെ ശാപത്താൽ വന്നു കയറിയ പ്രയാസങ്ങൾ, they have to be removed by the mighty name of Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നത സർവശക്ത നാമത്താൽ അതിനെ you have to reverse. നിങ്ങൾ അതിനെ ഉന്മൂലനാശം വരുത്തണം. അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കം വംശാവലിയിൽ സംഭവിക്കണം. Recurring accidents, recurring cancer across generations, recurring epilepsy, skin diseases, barrenness, premature death, allergies, constant fights in the family, lack of finances, ചുഴലി രോഗം, ത്വക്ക് രോഗം, അർബുദം, മക്കളില്ലാത്ത അവസ്ഥ, ശിശുമരണ നിരക്ക് കൂടുതൽ, ഭിന്നത കുടുംബത്തിൽ, ധനനഷ്ടം, ഡിപ്രഷൻ, കോൺസ്റ്റന്റ് അക്കാഡമിക് ഫെയിലിയേഴ്സ്, മക്കൾ നിരവധി പേർ സാമ്പത്തികമായി, അക്കാദമികമായി, വിദ്യാഭ്യാസപരമായി തകരുന്നു. ഇതെല്ലാം ലക്ഷണമാണ് അൺക്ലീൻ സ്പിരിറ്റ്സ് എൻറ്ററിങ് ബ്ലഡ് ലൈൻ. ചിലർക്ക് തോന്നലാണ് ഹലൂസിനേഷൻ, ദാറ്റ് ഈസ് ഷാഡോ ലൈക്ക് പേഴ്സൺ ഈസ് ഫോളോയിങ്, ഏതോ ഒരു അരൂപി പിന്തുടരുന്നത് പോലെയുള്ള തോന്നലുകളാണ്. ചിലർക്ക് തലമുറയായി അനാവശ്യമായ ആങ്സൈറ്റി, ടെൻഷൻ, പിരിമുറുക്കം. വല്യപ്പച്ചൻ അങ്ങനെയായിരുന്നു, കൊച്ചുമോനും അങ്ങനെ തന്നെ. അതുപോലെ ഉറക്കത്തിൽ യെല്ലിങ് ആൻഡ് സ്ക്രീമിങ്, ദുസ്വപ്നങ്ങൾ കണ്ട് ഉറക്കമില്ലായ്മ, ഇൻസോമാനിയ. വല്യമ്മച്ചിക്ക് അതുണ്ടായിരുന്നു, കൊച്ചുമോക്കും അത് തന്നെയുണ്ട്. ഇത് ജനുസിൽ ഉള്ളടക്കം ചെയ്ത ചില തിന്മയുടെ, ബ്ലഡ് ലൈനിലുള്ള ചില തിന്മയുടെ വ്യാപാരങ്ങളാണ്. നെവർ നോർമലൈസ് ഇറ്റ്. അത് സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ബട്ട് ന്യൂട്രലൈസ് ഇറ്റ്. അതിന് ഉന്മൂലനാശം വരുത്തണം. റിവേഴ്സ് ഇറ്റ്. നാം രാജകീയ പുരോഹിത വർഗമാണ്. നമുക്കുള്ള അധികാരമുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഒരു ട്രൂ സ്റ്റോറി ശ്രദ്ധിക്കുക. ഒരാൾ സ്ഥലം വാങ്ങി, 1 ഏക്കറോളം സ്ഥലം. അത് നേരത്തെ അതിൻ്റെ ഉടമസ്ഥൻ അത് ശ്രദ്ധിക്കാതെ ഫുൾ ഓഫ് വീഡ്സ്, കളകൾ നിറഞ്ഞതാണ്. അലർജീസ് വരുത്തുന്ന ഒത്തിരി വീഡ്സ്, യൂസ്ലെസ് വീഡ്സ്, ആൻഡ് പ്ലെൻറ്റി ഓഫ് ബറോസ്. ഒത്തിരി മാളങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തെല്ലാം പലതരത്തിലുള്ള വിഷപ്പാമ്പുകൾ, സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ്. എന്നാൽ ഈ മനുഷ്യൻ ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം കളകളെല്ലാം അപ്രൂട്ട് ചെയ്തു. കളകളെല്ലാം വേരോടെ പറിച്ചു. ചില കളകളൊക്കെ അങ്ങനെ പറിച്ചാൽ പോരുകയില്ല. ഹെർബിസൈഡുകൾ ഉപയോഗിച്ച്, കളനാശിനി ഉപയോഗിച്ച് അത് നശിപ്പിച്ചു. പിന്നെ അതിനുശേഷം ആ മണ്ണിൻ്റെ വീര്യം നഷ്ടപ്പെടാതിരിക്കാൻ ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിന് വളം ചെയ്ത് അതിന് അതിര് കെട്ടി അതിൻ്റെ മാളങ്ങളെല്ലാം അടച്ചു. ഹി വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ വീഡ്സ്. ആ കളകൾ അവിടെ കിളിച്ചു നിന്നതിന് പുള്ളി ഉത്തരവാദിയല്ലല്ലോ. പക്ഷെ ഇപ്പോൾ ആ സ്ഥലം പുള്ളിയുടെ കയ്യിലാണ്. നൗ ഹി ഈസ് ദാറ്റ് റെസ്പോൺസിബിൾ ഓണർ. 2 വർഷം കയ്യിലുണ്ടായിരുന്ന സ്ഥലം ഒരു പൂങ്കാവനമാക്കി, വൃത്തിയാക്കി, പുതിയ സീഡുകൾ, പുതിയ വിത്തുകൾ വിതച്ചു, ചെടികൾ നട്ടു, ജലസേചന ക്രമീകരണം ചെയ്തു. അത് കഴിഞ്ഞ് തൻ്റെ ഏക മകൾക്ക് ആ വസ്തു എഴുതി കൊടുത്തു. ഇപ്പോൾ ആ സ്ഥലത്ത് നോട്ട് ഫുൾ ഓഫ് വീഡ്സ് ബട്ട് ഫുൾ ഓഫ് സീഡ്സ്. കളകളല്ല, നല്ല വിത്തുകളാണ് വിതച്ചിരിക്കുന്നത്. അനുഗ്രഹമുള്ള സ്ഥലമാണ്. കണ്ടോ, തലമുറയ്ക്ക് അനുഗ്രഹം കൊടുത്തത് കണ്ടോ. കിട്ടിയതല്ല കൊടുത്തത്, അത് ശുദ്ധീകരിച്ചു കൊടുത്തു. കിട്ടിയത് ശാപം പിടിച്ചൊരു സ്ഥലമാണ്, പക്ഷെ കൊടുത്തത് അനുഗ്രഹമുള്ള ഒരു അവകാശമാണ്. The next person in your family need not encounter those demons anymore. നിങ്ങൾ അഭിമുഖീകരിച്ച ആ ഒരു ആത്മീയ പോരാട്ടത്തിലെ ആ പ്രയാസങ്ങൾ അടുത്ത തലമുറയ്ക്ക് ലഭിക്കണമെന്നില്ല. യു ആർ എ കഴ്സ് ബ്രേക്കർ. ചിലർ പ്രയാസം വരുമ്പോൾ മുൻ തലമുറയെ പഴിക്കും.
Don't blame your grandparents, great grandparents. Never blame, but battle the curse and claim bloodline victory. പഴിക്കാതെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധിയോടെ വചനം വഹിച്ച് പ്രാർത്ഥനയോടെ സാക്ഷ്യത്തോടെ അഭിഷേകത്തോടെ പോരാടി ജയിച്ച് അടുത്ത തലമുറയെ അനുഗ്രഹിക്കണം. ആ ഒരു പുരയിടത്തിൽ അവർ ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, കള പറിച്ചു. വീഡ്സ് വെയർ അപ്രൂട്ടഡ്. നിങ്ങളുടെ ജീവിതത്തിൽ വേര് പിടിച്ചിരിക്കുന്ന ദുശ്ശീലങ്ങളെ ആമേൻ നിങ്ങൾ വേരോടെ പറിച്ചു കളയണം. 2, പ്ലാന്റ് സീഡ്സ്. വചനത്തിൻ്റെ വിത്ത് അനുദിനം നിങ്ങളുടെ ഉള്ളത്തിൽ വിതയ്ക്കണം, തലമുറകളിലും വിതയ്ക്കണം, വിതയ്ക്കാൻ പറ്റുന്ന എല്ലായിടങ്ങളിലും വിതയ്ക്കണം. കെടാത്ത ബീജമായ തിരുവചനത്തിൻ്റെ വിത്തുകൾ, അതിന് മിഷൻ എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ രഹസ്യ ജീവിതം, മാളങ്ങൾ, ഒളിയിരിപ്പുകളുള്ള മാളങ്ങൾ അടച്ചതുപോലെ നള്ളിഫൈഡ് ദ ബറോസ്. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ ഒളിയിടങ്ങളിലെ പാപയിടങ്ങളിലെ ആമേൻ ആ അനുഭവങ്ങൾ ശുദ്ധീകരണത്താൽ ജീവിതം ശുദ്ധീകരിക്കപ്പെടണം. യേശു കർത്താവിൻ്റെ ആത്മാവ് കാണിച്ചു നൽകുന്ന മേഖലകളിലെല്ലാം വെളിച്ചം ചെന്നെത്തി പരിഹാരം സംഭവിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അടുത്ത തലമുറയ്ക്ക് യു വിൽ പാസ് വിക്ടറീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ടു യുവർ ജനറേഷൻ. നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിങ്ങളുടെ ശുദ്ധീകരണം, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ പ്രാർത്ഥന ആമേൻ നിമിത്തം നിങ്ങൾ തലമുറകളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ദുശീലങ്ങളുടെ കളകൾ പറിച്ചാട്ടെ. കർത്താവെ കൃപ നൽകിയാട്ടെ. എൻ്റെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിച്ചാട്ടെ. വചനമാകുന്ന വിത്ത് വിതയ്ക്കാൻ കൃപ നൽകിയാട്ടെ. ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ ഒളിയിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ആമേൻ അവിടുത്തേക്ക് ഹിതകരമല്ലാത്ത ആമേൻ എല്ലാറ്റെയും നീക്കി ഞങ്ങളുടെ ജീവിതം പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ കൃപ നൽകിയാട്ടെ. ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള രോഗങ്ങൾ, ഞങ്ങളുടെ തലമുറകളിലുള്ള പ്രയാസങ്ങൾ, അത് മുൻ തലമുറയിൽ നിന്ന് വന്നതായിരിക്കാം. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഒരു പുതിയ തുടക്കം നൽകണേ. തലമുറകൾക്ക് അനുഗ്രഹമാകുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം തിരുപരിശുദ്ധാത്മാവ് വ്യാപരിച്ചാട്ടെ. തിരുവചനത്തെ ഉയർത്തുവാൻ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള അഭിഷേകം തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ടു സ്റ്റാൻഡ് ഫോർ ദ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഏക രക്ഷാമാർഗമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയ്ക്ക് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണേ. ആ അഭിഷേകം ആമേൻ ഞങ്ങളുടെ തലമുറകളിലേക്കും വ്യാപരിപ്പാൻ കൃപ നൽകിയാട്ടെ. കർത്താവേ, വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.